ഓൺലൈൻ ക്ലാസിന്റെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നോവൽ സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന വളരെ മനോഹരമായതും വളരെയധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്ന് എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ആ പേര് തന്നെ വ്യത്യസ്തമാണ്, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്ന്, അല്ലെ? ബഷീർ രചനകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരുപാട് 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 സംസാരിക്കാനുണ്ടാവും. കാരണം ബഷീറിന്റെ ഒരുപാട് രചനകൾ വായിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ രചനകളെ എടുത്തിരുന്നത് ലൈബ്രറിയിലൊക്കെ പോകുന്ന സമയത്ത് വളരെ ചെറുത് അല്ലെങ്കിൽ വളരെ ചെറിയ കട്ടിയില്ലാത്ത പുസ്തകമാണ്, പെട്ടെന്ന് വായിച്ചു തീരുമല്ലോ എന്നുള്ള ആ ഒരു രൂപത്തോടെ കൂടിയിട്ടാണ് ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ രചനകളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിലുപരി ആ ഒരു അളവിലല്ല, അതിലുപരി ഒരുപാട് വായനക്കാരിലേക്ക് ചിന്തകൾ ഉളവാക്കുന്ന, നർമ്മങ്ങൾ തരുന്ന, ഒരുപാട് വളരെ വളരെ നല്ല ചിന്തകൾക്ക് കാരണമാകുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകുന്ന ഒരു നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റ് രചനകൾ കൂടി വായിക്കാനുള്ള താല്പര്യം ഉണ്ടായി. നമ്മൾ നല്ലൊരു വായനക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ രചനകൾ വായിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മറ്റ് രചനകൾ കൂടി നമ്മൾ വായിക്കാനായിട്ട് നമുക്ക് താല്പര്യം തോന്നും. അതായത് അദ്ദേഹത്തിന്റെ രചനകളെല്ലാം തന്നെ നമ്മൾ എപ്പോഴും മാസ്റ്റർ പീസ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എല്ലാം മാസ്റ്റർ പീസാണ്. പാത്തുമ്മായുടെ ആട്, ജന്മദിനം, ബാല്യകാല സഖി, നീലവെളിച്ചം, ആനവാരിയും പൊൻകുരിശും, പിന്നേതാ വിശ്വവിഖ്യാതമായ മൂക്ക്, പ്രേമലേഖനം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രചനകൾ, മതിലുകൾ, അപ്പൊ ഒരുപാട് കഥകൾ, നോവലുകൾ, ഓർമ്മക്കുറിപ്പ്, അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് അല്ലെങ്കിൽ രചനകൾ പിന്നീട് പിൽക്കാലത്ത് സിനിമയായിട്ട് വന്നു. സിനിമ വീണ്ടും അല്ലെങ്കിൽ എന്താ പറയാ ഇന്നത്തെ തലമുറയ്ക്ക് പരിചിതമാം വിധത്തിൽ വീണ്ടും അത് എന്ത് ചെയ്തു, പുനരാവിഷ്കരിച്ചു. അത്രത്തോളം നന്മയുള്ള, വായനക്കാരിലേക്ക് ആസ്വാദന തലങ്ങൾ എല്ലാ രീതിയിലും നൽകുന്ന രചനകൾ സമ്മാനിച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനയായ എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്ന് എന്ന നോവലിലെ ഒരു ഭാഗത്തിന്റെ പേര് കുരുവിയുടെ കരച്ചിൽ എന്നാണ്. അതായത് കേരളീയ മുസ്ലിം സമുദായം പണ്ടത്തെ വ്യവസ്ഥകളെല്ലാം അല്ലെങ്കിൽ അവരുടെ പഴയകാലത്ത് അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് രീതിയിൽ നിന്നിരുന്ന ആ വ്യവസ്ഥകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്താ പറയാ ആധുനിക ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാണ് നമ്മുടെ എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്ന് പറയുമ്പോ പോലും അല്ലെ, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്ന് എന്ന് പറയുന്ന ഈ ഒരു നോവൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രചനകളിൽ എടുത്തു പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് പലപ്പോഴും പല കഥകളിലും പ്രധാന കഥാപാത്രം. അദ്ദേഹത്തിന്റെ പരിചയക്കാരും കുടുംബക്കാരും ഒക്കെ അതിലെ കഥാപാത്രങ്ങളായിട്ട് വരാറുണ്ട്. കഥകൾ തിരഞ്ഞുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ ഏറ്റവും എടുത്തു പറയുന്നത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭാഷാ രീതി. ആ ഒരു പേര് സൂചിപ്പിച്ച പോലെ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതേ രൂപത്തിലുള്ള ഭാഷാ ശൈലികൾ, പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള രചനാരീതി, ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രചനകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അപ്പോ നോവൽ സാഹിത്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നോവൽ സാഹിത്യത്തിൽപ്പെട്ട ഒന്നാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ചന്തുമേനോൻ തയ്യാറാക്കിയിട്ടുള്ള ഇന്ദുലേഖാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ നോവലിലേക്ക് എത്തുമ്പോൾ അവ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തുടർച്ചയായിട്ട് ചർച്ചയിൽ വരുമ്പോൾ പറയാം.
ഒരിക്കൽ കൂടി പറയുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച "ഇന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്" എന്ന നോവലിലെ 6ാമത്തെ അധ്യായമായ "ഒരു കുരുവിയുടെ കരച്ചിൽ" എന്ന് പറയുന്ന അധ്യായമാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉള്ളത്. തികച്ചും ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നോവല് തന്നെയാണ്. കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ മുൻപോട്ട് കഥ തുടർന്നു പോകുന്ന ഒരു നോവൽ, ഒരു കഥ. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സംസാരിക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നോവൽ ആവുന്ന സമയത്ത് നമ്മൾ അതിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾക്കുള്ള ആ ഒരു ഭാഗം, നമ്മൾക്ക് ഏതാണോ പഠിക്കാൻ ലഭിച്ച ഭാഗം, ആ ഭാഗത്തിനപ്പുറം മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിലും എന്തൊക്കെയാണ് മുൻപുണ്ടായിരുന്നത്, എന്താണ് അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴുണ്ടായിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഒരു നോവൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കഥാഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ വാക്കുകളും വാക്യങ്ങളും പറഞ്ഞു പോകുന്നത് പ്രയാസകരമാകും, സമയത്തിന്റെ മറ്റും പരിമിതികൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് കഴിവതും എല്ലാവരും ആദ്യം തന്നെ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഖണ്ഡികയായിട്ട് നൽകുന്ന സമയം ഒന്ന് വായിച്ചു നോക്കാം. സംശയങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കാനും, എന്നിട്ടും നമ്മൾക്ക് തീരാത്ത പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് പിന്നീട് ചോദിച്ച് മനസ്സിലാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. പാഠം 3, ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീർ തയ്യാറാക്കിയിട്ടുള്ള "ഇന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്". യെസ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ "ഇന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്" അല്ലേ? അപ്പോ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, തികച്ചും ഒരു സാധാരണക്കാരനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നൊക്കെ അത് നമുക്ക് വളരെയധികം എടുത്ത് കാണാൻ പറ്റുന്ന ഒന്നാണ്. ബഷീറിന്റെ മറ്റൊരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, എന്നിരുന്നാൽ കൂടി നൽകിയെന്നേ ഉള്ളൂ. ഗ്രന്ഥകാര പരിചയം. എക്കാലത്തും മലയാളികൾ ഏറ്റവും അധികം വായിച്ചത് ബഷീറിന്റെ കൃതികളാവാം. ഏറ്റവും അധികം വായനക്കാരിലേക്ക് എത്തുന്നതും ഏവർക്കും ഒരുപോലെ വായിച്ചാൽ മനസ്സിലാകുന്നതുമായിട്ടുള്ള രചനകളാണ് അദ്ദേഹം നമുക്ക് മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് ജനനം. പലപ്പോഴും അദ്ദേഹം സ്ഥിരതാമസമാക്കിയിട്ടുള്ള ബേപ്പൂരും കോഴിക്കോടും സ്ഥലത്തിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും പലപ്പോഴും കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളത് പലർക്കും അറിയാതെ പോകുന്നുണ്ട്. കോട്ടയം ജില്ലയിലുള്ള വൈക്കം തലയോലപ്പറമ്പിലാണ് ജനനം. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലായിരുന്നു സ്ഥിരതാമസം. അങ്ങനെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം 10ലേറെ വർഷങ്ങൾ വിവിധ വേഷങ്ങളിൽ വിവിധ ജോലികൾ ചെയ്ത് ഇന്ത്യയിലും വിദേശത്തും അലഞ്ഞു നടന്ന് ഒരുപാട് അനുഭവ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്ന എഴുത്തിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ രചനയിലേക്കുള്ള തുടക്കം അദ്ദേഹം തന്നെ രചനകളിൽ പറയുന്നുണ്ട്, പണത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്. ഒരുപാട് പേരുകളിൽ, മറ്റ് പേരുകളിൽ, മാസികകളിലും പത്രങ്ങളിലുമൊക്കെ അദ്ദേഹം രചനകൾ നൽകി. അദ്ദേഹത്തിന്റെ ആദ്യ തൂലികാനാമമായിട്ട് അറിയപ്പെടുന്നത് തങ്കം എന്നുള്ള പേരിലായിരുന്നു. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ ഏറ്റെടുത്തിട്ടുണ്ട്, ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സന്യാസിയായിരുന്നു വെച്ചാൽ സന്യാസിയായിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഒരു മനുഷ്യനാൽ കഴിയുന്ന എല്ലാ രൂപത്തിലും, അല്ലെ? എവിടെ നോക്കൂ, സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വേറിട്ട് തലയെടുപ്പോടെന്ന ഒറ്റക്കൊമ്പനായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയാനായിരുന്നു. ബാല്യകാല സഖി, പ്രേമലേഖനം, പാത്തുമ്മായുടെ ആട്, "ഇന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്", ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ സിനിമയായതാണ്. അതുപോലെ തന്നെ ബാല്യകാല സഖിയും നീലവെളിച്ചവും ഒക്കെ, നീലവെളിച്ചം അല്ലെങ്കിൽ ഭാർഗവി നിലയം എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് രണ്ടാമത് ചിത്രീകരിച്ചപ്പോൾ നീലവെളിച്ചം എന്നുള്ള പേരിലേക്ക് മാറ്റി. പിന്നെ
അനർഘ നിമിഷം, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ആനപ്പൂട പ്രധാന കൃതികളാണ്. ഇനിയും ഒരുപാടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 1994 ജനുവരി 21 തോന്നുന്നു മരണം. അതിൽ നൽകിയിട്ടില്ല. എനിവേ നോക്കൂ. അപ്പൊ നമ്മളിത് നേരത്തെ സൂചിപ്പിച്ചതാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാള നോവലുകൾ എക്കാലത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളീയ മുസ്ലിം സമുദായം പഴമയുടെ മാമൂൽ വ്യവസ്ഥയെ ഭേദിച്ച് ആധുനിക ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് നമ്മുടെ നോവൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ നോവലിന്റെ കുരുവിയുടെ കരച്ചിൽ എന്ന് പറയുന്ന 6ാമത്തെ അധ്യായമാണ് നമ്മൾ തുടക്കം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മുടെ പഠിക്കാനുള്ള പാഠഭാഗത്തിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അവയാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കാം. കുഞ്ഞിപ്പാത്തുമ്മ എന്ന 21-കാരിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പതിയെ മുന്നേറുന്ന മുസ്ലിം സമുദായത്തിന്റെ പരിവർത്തന ചരിത്രം കൂടി നമ്മളുടെ ഈ നോവലിൽ അദ്ദേഹം പ്രമേയമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. വട്ടനടിമയുടെയും കുഞ്ഞിത്താച്ചുമ്മയുടെയും പുന്നാര മകളായിട്ട് ജനിച്ചു വീണ നമ്മുടെ നായിക സമൃദ്ധിയുടെയും ആർഭാടത്തിന്റെ നടുവിലാണ് ജീവിച്ചത്. നാട്ടുപ്രമാണിയായ വട്ടനടിമ, കണക്കറ്റ ഭൂസ്വത്തിനുടമ, അതുപോലെ തന്നെ ഉമ്മയായിട്ടുള്ള കുഞ്ഞിത്താച്ചുമ്മ ആനയും അമ്പാരിയുമുള്ള വലിയ ജന്മിഗൃഹത്തിൽ നിന്ന് വന്ന ആൾ, ആനമക്കാരിന്റെ പുന്നാരമോളാണെന്ന് എപ്പോഴും കൂടെ കൂടെ പറയുന്ന വമ്പുകാരിയായിട്ടുള്ള ഉമ്മ, ധനികുടുംബത്തിലെ ഏക സന്തതിയായ കുഞ്ഞിപ്പാത്തുമ്മയുടെ ബാല്യം വളരെ സന്തോഷവും ആഹ്ലാദപൂർവമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും നല്ല ഒരു സമ്പത്തും അല്ലെങ്കിൽ സന്തോഷവും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനനം എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. മേനി നിറയെ ആഭരണം, പരിചരിക്കാൻ വേലക്കാർ, തറയിലും തലയിലും അല്ലെങ്കിൽ ഒന്നും വെക്കാതെ ലാളിച്ചു പോറ്റിയ ഉപ്പ, അവളുടെ കവിളിൽ ഒരു കറുത്ത മറുക്, അതിനെ ചൊല്ലി ചിലപ്പോൾ അവൾ വേദനിക്കുമ്പോൾ ഉമ്മ ഇത് നിന്റെ ഭാഗ്യമർഗാണെന്ന് പറയും, അല്ലെ? ഭാഗ്യമറുക്, മറുക് എന്ന് പറയുന്നത് ചില ആൾക്ക് അങ്ങനെ പറയുമല്ലോ, അല്ലെ? ഇത് നിന്റെ ഭാഗ്യമറുകാണ്. അങ്ങനെ സുന്ദരിയായ കുഞ്ഞിപ്പാത്തുമ്മ കൗമാരകാലത്ത് തന്നെ ഒരുപാട് കല്യാണാലോചനകൾ വന്നു തുടങ്ങി. അങ്ങനെ പലരെയും പണം അല്ലെങ്കിൽ കുടുംബ പെരുമയൊന്നും വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും ഉപ്പയൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്തെ ഇസ്ലാമിന്റെ നാട്ടുനടപ്പനുസരിച്ച് പുറം ലോകം കാണാതെ, മറ്റ് പുരുഷന്മാരെ കാണാതെ എല്ലാം ഒരു ഇസ്ലാമിന്റെ നാട്ടുനടപ്പനുസരിച്ചിട്ടാണ് അവളെ വളർത്തിയത്. അതുപോലെ തന്നെ പുരുഷന്മാരെ കണ്ടുകൂടാ, അന്യസമുദായക്കാരുകളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനെ ഉപ്പയുടെ ചൊൽപ്പടിക്കനുസരിച്ച് വളർന്ന പെൺകുട്ടി. വിദ്യാഭ്യാസം പോലും അവൾക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ, അതായത് കാലം കടന്നു പോയപ്പോൾ, കാലം എന്ന് പറയുന്നത് ഒന്നിലും എന്തല്ല നിശ്ചിതമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. അങ്ങനെ കാലത്തിന്റെ മാറ്റത്തിനിടയിൽ നാട്ടുപ്രമാണിയുമായ വട്ടനടിമ ഒരു കേസിലകപ്പെട്ട് സ്വത്തിന്റെ പേരിൽ ബന്ധുക്കളുമായിട്ട് കോടതിയിൽ കേസൊക്കെയായി പ്രതാപശാലിയായിരുന്ന വട്ടനടിമ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദരിദ്രനായി മാറി. കുഞ്ഞിപ്പാത്തുമ്മയുടെ ആ ഒരു കുട്ടിക്കാലത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ന് ചുരുക്കം. നേരെ ഏത് രൂപത്തിലായിരുന്നോ അവർ ജീവിച്ചിരുന്നത്, അതിൽ നിന്നും നേർ വിപരീതമായ രീതിയിലേക്ക് അവരുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു. വെറും ചെങ്കല്ല് കൊണ്ടുള്ള ഒരു ചെറിയ വീട്, 2 മുറിയും ഒരു അടുക്കളയും ഉള്ള ഒരു വീട്, അങ്ങനെ അവരുടെ താമസമാക്കി. ആനമക്കാരിന്റെ മകളെന്ന് മേനി ഭാവിച്ചിരുന്ന കുഞ്ഞിത്താച്ചമ്മയ്ക്ക് ഈ വീഴ്ച ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. കാരണം അത്രയും പണവും പ്രതാപമുള്ള വീട്ടിൽ നിന്നാണ് അവൾ വന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയ്ക്ക് അത് തീരെ ദഹിച്ചില്ല. അവൾ ഈ അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരൻ ഭർത്താവാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു. അപ്രതീക്ഷിതമായി പരാജയം സംഭവിച്ച
വട്ടനടിമയാവട്ടെ അവളുടെ ആ സംസാരത്തിലും മറ്റും നിലവിട്ട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ എന്നും കയ്യാങ്കളി, അടിവിട്ട് അല്ലെങ്കിൽ നിലവിട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നീട് നമ്മുടെ നായിക കുഞ്ഞിപ്പാത്തുമ്മയുടെ ജീവിതം മുൻപോട്ട് പോയത്. അങ്ങനെ വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ ആയിട്ട് അശാന്തമായിട്ടുള്ള വീടിനകത്ത് അകപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോരുകയാണ് നമ്മുടെ നായിക. അങ്ങനെ അവൾ ഒരു ദിവസം അവൾ കുളിക്കാൻ പോകുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണ് നമ്മുടെ പാഠഭാഗം. അപ്പോ തൊട്ടടുത്ത് ആമ്പൽപ്പൊയ്കയാണ്. അവിടുത്തെ ചെറുമീനുകളും നീർക്കോലിയും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളും ഒക്കെ അവള് സ്നേഹിച്ചും സ്വപ്നജീവിയെ പോലെ അവള് നാളുകൾ കഴിച്ചു കൂട്ടി. അവളൊരു എന്താ പറയാ, പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളെയൊക്കെ ഒരുപോലെ സ്നേഹിക്കാനും അവരിലും നന്മ കണ്ടെത്താനും ഒക്കെ ശ്രമിച്ച ഒരു കഥാപാത്രം കൂടിയായിരുന്നു നമ്മുടെ നായിക. അപ്പൊ ഇതാണ് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. അങ്ങനെ കുഞ്ഞുപ്പാത്തുമ്മ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. മുറ്റത്ത് വെച്ച് ഒരു കുരുവിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ നോക്കുന്നു. ഒന്നല്ല, 2 കുരുവികൾ ഒത്തുപിടിക്കുകയാണ്. അതിലൊന്നിന്റെ നിലവിളിയാണ് അവൾ കേൾക്കുന്നത്. അവൾക്ക് വഴക്കിടാന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും വഴക്കായിരിക്കും, അല്ലേ? അവരെന്തിനാണ് വഴക്കിടുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ ആട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ ശബ്ദം, അല്ലെ? ആലോചിച്ച് നോക്കൂ, ബഷീറിന്റെ രചനകളിലൊക്കെ ഇങ്ങനത്തെ ശബ്ദങ്ങൾ അതേപടിയുണ്ട്. ഇപ്പോ പാത്തുമ്മയുടെ ആടില് ഒരു ശബ്ദം ഉണ്ട്, അല്ലെ? പുതും. എന്താ സംഭവം? ആട് പ്രസവിച്ചതാണ്. അതേപോലെ ഇവിടെ കുഞ്ഞിപ്പാത്തുമ്മ പറയുന്നത് ഷൂ ഭൂ ധൂ, അല്ലെ? എന്തൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ അല്ലെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പൂച്ചയും അല്ലെങ്കിൽ പക്ഷിയെ ആട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതൊക്കെ അതേപടി എഴുതാൻ നമ്മൾക്ക് പ്രയാസം. എന്തായാലും ആ ശബ്ദമൊക്കെ വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് രണ്ടും പറന്നു ദൂരെ പോയി. അവൾ വീണ്ടും നടന്നു. അങ്ങനെ അവിടെ അമ്പൽപ്പൊയ്കയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു വലിയ തെങ്ങിൻ പാലത്തിൽ അവൾ കയറിയപ്പോൾ വീണ്ടും അതാ കുരുവികള് പുളിമരത്തിൽ നിന്ന് കൊത്തുപിടിക്കുന്ന അവൾ കാണുന്നു. തെങ്ങിൻ പാലം, അത് ശ്രദ്ധിച്ചു ഞങ്ങൾ? തെങ്ങിൻ പാലം, അല്ലെ? തെങ്ങിന്റെ പാലം പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ കാണാം, അല്ലെ? തെങ്ങിന്റെ തടി കൊണ്ട് ഉരുണ്ട 1-2 തടി വെച്ചിട്ട് പാലം വെച്ചിട്ടുണ്ടാവും. നല്ല ശ്രദ്ധയോട് കൂടി പോയില്ലെങ്കിൽ ദേ കിടക്കുന്നത് താഴെ എന്ന് പറഞ്ഞ പോലെ നിലത്ത് കിടക്കുകയും ചെയ്യും. അവള് നോക്കുന്ന സമയത്ത് ആ പുളിമരത്തിൽ വീണ്ടും ഇതേ കിളികൾ ഇരുന്ന് കൊത്തുപിടിക്കുന്നു. അതിലാണട്ടെ ഒന്ന് ഭയങ്കര കരച്ചിലും. വല്ല പരുന്ത് പ്രാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു കോഴിക്കുഞ്ഞിനെ പോലെ അത് കരഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുന്നു. അവൾക്ക് വളരെ വലിയ വിഷമം തോന്നി. അവൾ കയ്യിലുണ്ടായിരുന്ന പാളയും കയറൊക്കെ താഴെട്ട് ഓടി ചെല്ലുകയാണ് ആ ഒരു പക്ഷി എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന്. എന്തിനാ വഴക്കിടുന്നേ, ചുമ്മായിരി എന്ന് അവള് വളരെ സാധ്യതയോടെ പറഞ്ഞു നോക്കി. അല്ലെ? നമ്മള് പ്രകൃതിയിലെ ജീവജാലങ്ങളോട് അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? പട്ടി, പൂച്ച, കോഴി, കിളികൾ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ, അവയെ ഇങ്ങോട്ട് മിണ്ടുന്നില്ലെങ്കിലും അതിനോട് സംസാരിക്കാൻ നല്ല രസമാണ്. ചിലപ്പോഴൊക്കെ അത് നമ്മൾ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ അവയുടെയൊക്കെ എന്താ പറയാ എക്സ്പ്രഷൻ കാണുന്നതിന് ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് എവിടെ അതിനൊക്കെ നേരല്ലേ? നമ്മള് മൊബൈലിലും ടിവിയിലും ഒക്കെ ജീവിതം തീർക്കുമ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല. അപ്പൊ എന്തിനാ വഴക്കിടണ് എന്നുള്ള രൂപത്തിൽ അവൾ പറഞ്ഞു നോക്കി. കുരുവികൾ എപ്പോഴും നല്ല വഴക്ക. വളരെ ചെറിയ പക്ഷികളാണെങ്കിലും വളരെ വലിയ രീതിയിലുള്ള കൊത്തൊക്കെ കണ്ടിട്ട് അവൾക്ക് സങ്കടം, ദേഷ്യം എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷികള് വഴക്ക് കൂടുന്ന ആദ്യമായിട്ടല്ല അവള് കാണുന്നത്. പരുന്ത്, കാക്ക, മൈന എന്നിവരൊക്കെ കൊത്തും വഴക്കൊക്കെ കൂടുന്നുണ്ട്. ഇതിപ്പോ ഭർത്താവും ഭാര്യയും കൂടെ വഴക്ക് കൂടുന്നതാണോ? ഭാര്യ ഭർത്താവ് വഴക്കാണോ? ഉമ്മയും ഉപ്പയും പോലെ? അല്ലെ കോഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും ഒക്കെ പിടിച്ചു മാറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്നെന്ത് ചെയ്യും? കൊത്തി 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 മറ്റൊന്നിനെ കൊല്ലും. ഈ ജീവജാലങ്ങളുടെ വഴക്ക് കാണാൻ നല്ല രസമാണ്. അവരുടെ രസം എന്ന് പറയാൻ കാരണം അതുകൊണ്ടല്ല കേട്ടോ. അതായത് അവര് വഴക്ക് കൂടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. അത് അവിടെ കഴിഞ്ഞു.
നമ്മൾ മനുഷ്യന്മാര് മാത്രമാണ് നീ ഇന്നലെ എന്നെ വഴക്കൂടിയില്ലേ, നീ എന്നെ ഇന്നലെ തല്ലിയില്ലേ, അതിന് പകരം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവർക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാർക്ക്. എനിക്ക് തോന്നുന്നില്ല പക്ഷികളും മൃഗങ്ങളൊക്കെ നാളെ നീ എന്നെ ഉപദ്രവിച്ചില്ല, നിന്നെ കാണിച്ചിടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്ന ഒന്നും എനിക്ക് തോന്നാറില്ല. ഇനി അങ്ങനെ ഉണ്ടോ ആവട്ടോ. അപ്പോ പറഞ്ഞാ കേക്കില്ലല്ലേ, ചുമ്മാ ഇരി, എന്തിനാ അതിനെ കൊത്തണേ എന്നൊക്കെ ഒരു എന്താ പറയാ, ഒരു നിഷ്കളങ്ക ഭാവത്തോട് കൂടി അവള് ആ പക്ഷിയോട് പറയുന്നുണ്ട്, കൊത്തുന്ന പക്ഷിയോട്, ആ കൊത്തു കൊള്ളുന്നതിന് എന്തിനാണ് വെറുതെ ഇങ്ങനെ ആ പക്ഷിയെ കൊത്തുന്നത്, ഒന്ന് വെറുതെ ഇരുന്നൂടെ എന്നുള്ള രൂപത്തിൽ അവൾ പറഞ്ഞ് നോക്കുന്നുണ്ട്. ആ വഴക്കിൽ ഒരു അണ്ണാനും ഇടപെടുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ ഒരു അണ്ണാനിന്റെ ശബ്ദം അവിടെ നൽകിയിട്ടുണ്ട്. ദുസ് ദുസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അണ്ണാന്റെ ശബ്ദം എങ്ങനെയായിക്കോട്ടെ. അപ്പോ അതിന്റെ ശബ്ദം അവൾക്ക് തോന്നുന്നത് എങ്ങനെയാ, താൻ പറയുന്ന പോലെ അണ്ണാനും അത് കണ്ട് എന്ത് ചെയ്യാണ്, വിലക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുകയാണ് എന്നാണ് അവൾക്ക് തോന്നുന്നത്. സംസാരം നേരെ മാറി അണ്ണാനോടായി പിന്നീട്. പറഞ്ഞാ കേക്കൂല അല്ലെ, അണ്ണാനോട് പറയാണ്. അവരെപ്പോഴും കൊത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത കണ്ടി നോക്കാം. പക്ഷിയുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവർ ഇടപെടുന്നത് ശരിയല്ല എന്നൊക്കെ ഒരു സത്യമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പക്ഷിയായിട്ടുള്ള മരംകൊത്തി ഒന്ന് ചിലച്ചു. അതായത് ഇതില് നീ ഇടപെടണ്ട, കാരണം പക്ഷികളുടെ കാര്യത്തില് പക്ഷികൾ മാത്രം ഇടപെട്ടാൽ മതി എന്നൊരു ഉപദേശം എന്നോണം ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് മരംകൊത്തി ഇതിന്റെ പണിയായിട്ടുള്ള മരംകൊത്തൽ തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ശബ്ദം നോക്കൂ, മരം കൊത്തുന്ന ശബ്ദം, കടു 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 അല്ലേ. ഇങ്ങനെയൊക്കെ ആര് എഴുതും? അങ്ങനെ കുരുവികൾ പറന്ന് മറ്റൊരു വൃക്ഷത്തിലിരുന്ന് പിന്നെയും വഴക്കാരംഭിച്ചു. അങ്ങനെ കൊത്തുകൊണ്ട് ദയനീയമായൊരു നിലവിളിയോട് കൂടിയിട്ട് ഒന്ന് പറന്ന് താണ് ഉണക്കയിലുകൾ നിറഞ്ഞ അഗാധമായ ആഴത്തിലുള്ള ഒരു തോട്ടിലേക്ക് ഒരൊറ്റ വീഴ്ച. രണ്ട് കൈയും വിടർത്തി ഭൂമിയെ അവസാനമായിട്ട് കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുന്ന പോലെ ഒരു മനുഷ്യജീവിയെ പോലെ ആ പാവപ്പെട്ട കുരുവി അതിന്റെ രണ്ട് ചിറകുകളും വിരുത്തി കമിഴ്ന്ന് കിടക്കും. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ അല്ലെ. അവര് കൊത്തുകൂടുന്നു, കൊത്തുകൂടിയതിൽ ഒരു കിളി എന്ത് ചെയ്യാണ്, രണ്ട് ചിറകുകളും വിടർത്തിക്കൊണ്ട് ഒരു മനുഷ്യജീവിയെ പോലെ ഒരു തോട്ടിലേക്ക് കിടക്കുന്നു. നോക്കിക്കേ, കുഞ്ഞിപ്പാത്തുമ്മ ഹൃദയം നൊന്ത് പറഞ്ഞു, എന്തൊരു കാണിക്കലാണ് ഈ കാട്ടിയെ. ആ കിളിക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അവനവനോട് തന്നെയുള്ള സംസാരമാണ് അല്ലെ. നമ്മൾ എത്രയോ കിളികളെയും എത്രയോ പക്ഷികളെയും വഴക്ക് കൂടുന്നതും അല്ലെങ്കിൽ പരിക്ക് പറ്റിയും കാണും. നമ്മൾ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര ജീവികളെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ അങ്ങനെ പറഞ്ഞു പോകുമ്പോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നില്ലേ? അതാണ് ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ആ ഒരു പരിഗണന, അല്ലെങ്കിൽ ആ ഒരു ഇത്. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് തോട്ടിലേക്ക് നോക്കി. നല്ല ആഴമുണ്ട്, താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു വഴിയില്ല. പടച്ചോനെ, അതിന്റെ ജീവൻ പോയി കാണോ? അതിന്റെ വായിലൊരു തുള്ളി വെള്ളം എത്തിച്ചു കൊടുത്ത് ചിലപ്പോ ജീവിക്കുമായിരിക്കും. പക്ഷെ അതിന്റെ പേരെഴുതിയ ഷജറത്തുൽ മുൻതഹയുടെ കൊച്ചു ഇല ഇനിയിപ്പോ വീണ് കാണുമോ? ആ പറഞ്ഞ സംഭവം ഒരു ഷജറത്തുൽ മുൻതഹ എന്താ സംഭവം? ഒരു കിളി വീണ സമയത്ത് അവള് പോയിട്ട് അത് മരിച്ചോ, ചത്തോ, ഇനി അഥവാ ഷജറത്തുൽ മുൻതഹയുടെ ഇല വീണ് കാണോ? എന്താ സംഭവം? ഷജറത്തുൽ മുൻതഹ കേട്ടുണ്ടോ? അത് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഷജറത്തുൽ മുൻതഹ വായിച്ചു നോക്കൂ. സ്വർഗത്തിലെ ഒരു വൃക്ഷത്തെയാണ് ഈ നോവലില് ഷജറത്തുൽ മുൻതഹ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിലകൊള്ളുന്നത് സ്വർഗത്തിലാണ്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ 3 നദികളൊക്കെ ഉണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള 3 നദികൾ. വൃക്ഷത്തിന്റെ ഇലകളിൽ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും പേരുകളുണ്ട്. കാറ്റടിക്കുന്ന സമയത്ത് ഓരോ ഇലകളായിട്ട് ഇങ്ങനെ പല പല ഇലകളായിട്ട് ഇങ്ങനെ ചിലത് വീഴും. ആ വീഴുന്ന ഇലയിൽ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടോ ആ ജീവി മരിക്കും.
ഇപ്പൊ ലോകത്തുള്ള പക്ഷി, മൃഗങ്ങള്, മനുഷ്യര്, ലോകത്ത് ജീവനുള്ളത് എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ പേര് ഓരോരോ ഇലകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോ ഇവിടെ ആ ഇലകളൊക്കെ കാറ്റടിക്കുമ്പോൾ വീഴും. ആ വീഴുന്നൊക്കെ എന്താണ്? മരിച്ചു പോകുന്ന ഇലകളാണ്. ചില കാലം എത്താതെ എന്ത് ചെയ്യും? വീഴും. ചിലത് കുറെ കാലമായിട്ട് പഴുത്ത് പഴുത്ത് വീഴും. അല്ലേ? പിന്നെ ഇലകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. ചെറിയ മൃഗമാണെങ്കിൽ ചെറിയ ഇല, വലിയ മൃഗമാണെങ്കിൽ വലിയ ഇല. അല്ലേ? ആ ആ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ ആ ജീവജാലങ്ങളുടെയും വലിപ്പത്തിനനുസരിച്ചായിരിക്കും അതിന്റെ ഇലയുടെ വലുപ്പം. അതാണ് ഷജറത്തുൽ മുൻതഹ. ഇനിയൊന്ന് വായിച്ചാൽ നമുക്കിത് കുറച്ചും കൂടെ ധാരണ കിട്ടും. നോക്കൂ, ഒരിക്കൽ കൂടി പറയുന്നു. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പേരായിട്ടാണ് നോവൽ ഷജറത്തുൽ മുൻതഹയെ കാണുന്നത്. അതിൽ സകല ജീവജാലങ്ങളുടെയും പേര് എഴുതിയിട്ടുണ്ട്. അത് വീഴുമ്പോൾ അവരുടെ മരണവും സംഭവിക്കും. അതാണ് ഈ കിളിയുടെ ഇല വീണ് കാണുമോ എന്ന് നായിക സംശയിക്കുന്നു. എന്തുമാത്രം ഇലകളായിരിക്കും? എല്ലാ ഇലകളും ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എറുമ്പിന്റെ പേര് എഴുതിയത് കുഞ്ഞിലായിരിക്കും. കുറച്ചും കൂടെ വലുതായിരിക്കും കുരുവിയുടെ പേര് എഴുതി. ആനയുടെ പേര് എഴുതിയായിരിക്കും ഏറ്റവും വലിയ ഇല. സത്യം പറഞ്ഞ കുഞ്ഞിപ്പാത്തമ്മ കടല് കണ്ടിട്ടില്ല. കടല് കണ്ടിട്ടുണ്ടെങ്കിൽ അവള് നീലത്തിമിംഗലത്തിന്റെ പേര് പറഞ്ഞേനെ. കാരണം അവള് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് ആനയാണ്. അവളുടെ ഉപ്പുപ്പായുടെ ആനയുടെ പേര് എഴുതിയില്ല, ഉണങ്ങി ഷജറത്തുൽ മുൻതഹയുടെ ചുവട്ടിൽ വീണ് കിടപ്പുണ്ടാവണം. അപ്പൊ അതൊക്കെ പൊടിഞ്ഞ് സ്വർഗത്തിലെ മണ്ണിൽ ചേർന്ന് കാണും. അവളങ്ങനെ ചിന്തിക്കുകയാണ്, അല്ല സ്വർഗത്തിൽ ഇപ്പൊ മണ്ണാണ്? അല്ല സ്വർഗം എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? എങ്ങനെ സ്വർഗം? എങ്ങനെ സ്വർഗം? സ്വർഗത്തെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ കാണാതെ എങ്ങനെ പറയാ? ചിലരെങ്കിലും ചിലര് പറയും. ഞാൻ ചോദിക്കാറുണ്ട് മക്കളോട്, എങ്ങനെയാ മക്കളെ സ്വർഗം? സ്വർഗം എന്ന് പറയുന്നത് എന്തും കിട്ടണ സ്ഥലമാണ്. എന്തും അങ്ങനൊന്നുമില്ല, എന്തും കിട്ടും. ആയിക്കോട്ടെ. ആരെ സ്വർഗത്തിൽ പോവാ? നല്ല ആളുകൾ. അപ്പൊ നമ്മൾ നല്ലതാണോ? പിന്നെ നമ്മൾ നല്ലതല്ലാതെ? നമ്മളെല്ലാവരും നല്ലവരല്ലേ? എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നുണ പറയാത്ത സത്യസന്ധന്മാരായ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന, അന്യന്റെ മുതൽ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവരെ പരോപകാരം ചെയ്തു നൽകുന്ന ഇങ്ങനത്തെ ആളുകൾക്കാണ് സ്വർഗം. ഇതാണ് കേട്ടപ്പോ ഇതൊക്കെ നമുക്കുണ്ടോ എന്നൊരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു നോക്കും. അതോ പിന്നെ രണ്ടാമത്തെ വശം, സ്വർഗം എങ്ങനെ കാണാന്? ചില ആള് പറഞ്ഞു സ്വർണത്തിന്റെ നിറമാണ്. ചില ആള് പറയാറുണ്ട് പാലിന്റെ നിറം. ചുറ്റും നല്ല പുകയൊക്കെയുള്ള, നല്ല വെളുത്ത, ആവശ്യമുള്ളതെല്ലാം കിട്ടുന്ന, നേരത്തെ പറഞ്ഞ ഒരു ആവശ്യമില്ലാതെ കിട്ടുന്ന സുന്ദരികളായ മാലാഖമാരുള്ള, പാൽ പുഴയൊഴുകുന്ന, അല്ലെ, പാല് പുഴയായിട്ട് ഒഴുകുന്ന അങ്ങനത്തെ ഒരു സ്ഥലം അല്ലേ? നമ്മള് ചോദിക്കുന്ന എന്തും കിട്ടുന്ന. പലപ്പോഴും പറയാറുണ്ട് സ്വർഗത്തിന് വെള്ള നിറാണ്, സ്വർണ്ണ നിറാണെന്നൊക്കെ. ആരും കണ്ടിട്ടൊന്നല്ല, എവിടേക്കോ കേട്ടിട്ടും പറഞ്ഞിട്ടും വായിച്ചിട്ടും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടുള്ള ഒരു അറിവാണ്. എന്നാ നരകോ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ വെള്ളയാണെങ്കിൽ അവിടെ കറുപ്പ്, ഫുള്ള് കറുപ്പ്, നല്ല ഇരുട്ട്, തീയുടെ ചുവപ്പ് മാത്രം. എണ്ണച്ചട്ടിയും ശിക്ഷാ നടപടികളും പാമ്പും പഴുതാരയും ഒക്കെ ആയിട്ടുള്ള ഒരു കറുത്ത ലോകം. ഇതാണ് നേരെ ഓപ്പോസിറ്റ് നരകം. ഇതൊക്കെ ആരുണ്ടാക്കി വെച്ച ആരാ? നമ്മളെ മനുഷ്യന്മാര് അല്ല. ആരാ? നമ്മളുടെ തലച്ചോറിനുള്ളിൽ, നമ്മളുടെ തലയിലുള്ളിൽ ഉരുത്തിരിഞ്ഞ ഓരോരോ ചിന്താഗതികളുടെ ഉത്തരാണ്. അതൊക്കെ പോട്ടെ, നമ്മള് ചർച്ച മാറിപ്പോകുന്നു. അപ്പോ അവിടെ മണ്ണാണോ അല്ലെങ്കിൽ വേറെന്താണോന്നൊന്നും കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിയില്ല. അവൾ തോട്ടിലെ ബാക്കിയുള്ള ഒരു ചെടിയിൽ പിടിച്ചുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി. കാരണം എന്താ? ആ പക്ഷിയെ രക്ഷിക്കണം. പതുക്കെ 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 താഴേക്ക് ഇറങ്ങും. ആ ഒരു കട്ടയും പിടിച്ച് പാണലും ഒക്കെ കൂടി അതാ കിടക്കുന്നു. കടുകുടു എന്താണ്? കറുക പൊതിഞ്ഞു ഒന്ന്. വല്ലാത്തൊരു ഇതല്ലേ?
എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഭാഷയാണ്. ബഷീറിന്റെ ഭാഷ അവൾ വീണതായിട്ട് കാണുന്നത് കറുകു പൊതിനോന്ന് വീണു. അവൾ ആ ഒരു ചെടിയും കട്ടയും എല്ലാം കൂടെ പിടിച്ച് കറുകു പൊതിനോന്ന് അവൾ മറിഞ്ഞ് താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. നമ്മളെങ്ങനെ പറയും? കൊയിഞ്ഞാടി അല്ലേ? കൊയിഞ്ഞാടി. എങ്ങനെ കൊയിഞ്ഞാടി? കറുകു പൊതിനോന്ന് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പലർക്കും പലരാണ്. ചൾക്കോ പുൾക്കോ കൊയിഞ്ഞാടി, പടേന്ന് കൊയിഞ്ഞാടി, പുതും എന്ന് പറഞ്ഞു കൊയിഞ്ഞാടി. കൊയിഞ്ഞാടി എന്നുള്ളത് തന്നെ നമ്മളെ ഭാഷയാണ് അല്ലേ? വീണു. അപ്പൊ എന്തായാലും കറുകുപൊതിനോന്ന് പറഞ്ഞാൽ കൊട്ടിപ്പടഞ്ഞ് വീണ്ടുണ്ടാവും അല്ലേ? കൊട്ടിപ്പടഞ്ഞ് വീണ്ടും നോക്കി നിൽക്കുക. നമുക്ക് ബാക്കി പോകണ്ടേ? നേരത്തെ പദപരിചയം കേട്ടോ, ഇതിലേക്കല്ല. എന്റെ റബ്ബേ എന്ന് പറഞ്ഞാണ് അവള് വീണത്. അതങ്ങനെയാണല്ലേ? നമ്മള് ബാക്കി ഏത് നേരത്തും ഇല്ല എന്നുണ്ടെങ്കിലും വീണ സമയത്ത് നമ്മൾ പടച്ചോനെ വിളിച്ചു പോകും. എവിടെയെല്ലാമോ തട്ടം മുട്ടൊക്കെ ചെയ്ത് ഇടത്തെ കൈയിലെ മുട്ടിനടിയിൽ നിന്ന് ചോര ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വീഴുന്ന സമയത്ത് അതൊന്നും ഓർക്കൂല അല്ലേ? നമ്മൾ പണ്ടൊക്കെ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത്, കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഒരുപാട് വീഴും, മുട്ടിൽ മുറിയാകും, ചിലപ്പോൾ മുള്ളു കുത്തും, കോറും ഒക്കെ ചെയ്യും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ കുഴപ്പങ്ങളൊക്കെ എപ്പോഴാ അറിയോ? ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒന്ന് മേല് കഴുകി വെക്കണം. എവിടുന്നൊക്കെ നീറല് വരുന്നുണ്ട്, അവിടൊക്കെ മുറിയാണെന്ന് അപ്പം മനസ്സിലാവും. ഏതായാലും അവൾ അതൊന്നും നോക്കാതെ വേഗം വീണപടി ആ കുരുവിക്കുഞ്ഞിനെടുത്ത് നോക്കണം. അതിന് ജീവൻ പോയി കാണുമോ എന്ന് തോന്നിപ്പോയി. ശകലം വെള്ളം കൊടുത്തു നോക്കിയാലോ? അപ്പോഴാണ് അവളുടെ ചോര ഇങ്ങനെ ഒലിക്കുന്നത് കണ്ട്. നീ കാരണം കൈയെല്ലാം കീറിപ്പോയി എന്നും പറഞ്ഞ് ഇടത്തെ കൈയുടെ വിരലുകൾ കൊണ്ട് അതിന്റെ ചുണ്ടുകൾ ഇങ്ങനെ പതുക്കെ വിടർത്തിക്കൊണ്ട് വലതു കൈയുടെ ചൂണ്ടുവിരലിൽ നിന്ന് ഒരു ചോര എടുത്ത് അതിന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. ഏതായാലും ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ചുണ്ടിങ്ങനെ പതുക്കെ വിടർത്തിയിട്ട് ആ ചോരയാണ് ദാഹജലമായിട്ട് ഇറ്റിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ചിറകൊക്കെ ശരിയാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചപ്പോ വയറ് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അബ്ബേ കെട്ടിയോളാണ്, പെണ്ണാണെന്ന് മനസ്സിലായത്. ലേശം ചുവപ്പുള്ള കഞ്ഞിപ്പാട മാതിരി അതിന്റെ വയറ്റിലെ തൊലി ഇങ്ങനെ കണ്ടപ്പോ ആ ഇടയിലൂടെ വ്യക്തമായിട്ട് രണ്ട് ചെറിയ മുട്ടകള് അവള് കണ്ടു. എന്തപ്പോ അവിടെ ഉണ്ടായതെന്ന് അവള് ചിന്തിച്ചപ്പോ അവള് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ബാപ്പ ഉമ്മായ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ പോയ പോലെ അല്ലേ? കെട്ടിയോൻ ഭർത്താവ് കിളി ആയിരിക്കും ഇപ്പോ ഈ അമ്മയാവാൻ പോണ ഈ കിളിയെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. എന്റെ ഉമ്മയെ ബാപ്പ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ പോയപ്പോ. അവളുടെ ചിന്താഗതിയാണ്. ആലോചിച്ച് നോക്കൂ അല്ലേ? നമുക്ക് അടുത്ത ഖണ്ഡികയിലേക്ക് പോയേക്കാം. അല്ല, എന്തിനിപ്പോ കെട്ടിയോൻ കുരുവി കെട്ടിയോളോട് എന്തിനപ്പോ കൊത്തിക്കൊല്ലാൻ പോയത് അല്ലേ? ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തിരക്ക് കൂടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും തിരക്ക് കൂടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലേ? കാരണം ഇല്ലെങ്കിലോ? കാരണം നമ്മൾ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോഴും അതിന്റെ ജീവൻ പോയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതിന്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുന്ന അവൾ കണ്ടു. അങ്ങനെ സാവധാനം എണീറ്റ് നോക്കുമ്പോഴതാ മുകളിൽ തോടിന്റെ വക്കത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ അതവൾ കണ്ടില്ല. കാരണം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷിയോട് അല്ലെങ്കിൽ പക്ഷിയെ ശുശ്രൂഷിക്കുന്ന ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അവൾ കണ്ടില്ല. കരയ്ക്ക് കയറാൻ മാർഗം കാണാതെ അവൾ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, തോട്ടിലൂടെ നടന്നാലോ? ഒരു നാഴിക നടന്നുണ്ടെങ്കിൽ പാടത്തേക്കല്ല. പക്ഷെ അങ്ങനെ പോയി ശരിയല്ല. കാരണം എന്താ? അതുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നാട്ടുവഴിയെ വരേണ്ടി വരും. അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇങ്ങനെ വീണതുകൊണ്ട് അടിയിലെത്തി. പക്ഷെ എങ്ങനെ മുകളിലേക്ക് കയറും അല്ലേ? എങ്ങനെയപ്പ കയറുക? അപ്പോഴാണ് അവൾ ആ ശബ്ദം കേട്ടത്. പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ അവൾ പേടിച്ചില്ല, പുകഞ്ഞുപോയി. പേടിച്ചൊന്നുമില്ല, പുകഞ്ഞുപോയി. ഒരാണിന്റെ, അപരിചിതനായ ഒരാണിന്റെ ചോദ്യം. കുരുവിക്ക് ജീവനുണ്ടോ? അല്ല, ആരത് അല്ലേ? ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആരാണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പരിചിതമില്ലാത്ത പുരുഷന്മാരെ നോക്കാനോ സംസാരിക്കാനോ പാടില്ല. അവൾ മിണ്ടിയില്ല.
കേട്ടില്ലെന്ന് വിചാരിച്ചോട്ടെ. എന്താണല്ലേ? അവൾ മുഖം കുനിച്ച് നിലത്ത് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. കരിയിലകളിൽ വീണ് കിടക്കുന്ന അവളുടെ ചോരയ്ക്ക് ചുറ്റും 500 ഉറുമ്പുകൾ കൂടിയിട്ടുണ്ട് ആ ചോര കുടിക്കാൻ. ഒന്നും മിണ്ടാതിരുന്ന അവളോട് അടുത്ത ചോദ്യം, കരയ്ക്ക് കയറാൻ വയ്യേ? സത്യം പറഞ്ഞ കരയ്ക്ക് കയറാൻ നല്ല വിഷമുണ്ട്. പക്ഷെ എന്താ പറയാ? അവള് സത്യം പറഞ്ഞു. വിഷമം. ഓ, വിഷമമാണോ? വിഷമം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അധികം അധികം നല്ല പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, പഠിക്കാൻ വിട്ടിട്ടില്ല എന്നൊക്കെ. അതിന്റെ ബാക്കി പത്രമാണ് അതൊക്കെ കാണുന്നത്. അല്ല, അതേന്ന് ഇപ്പൊ പറഞ്ഞപ്പോ പ്രശ്നമായോ? കാരണം നാട്ടുകാരറിഞ്ഞ എന്തു പറയും? കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞിരുന്ന ഒരു മുസ്ലിം പെണ്ണ് കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു ആൺപിറന്നോട് വർത്താനം പറയുന്നു. കാലം ആലോചിക്കണേ. ഏതോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എത്രയോ മുൻപുള്ള കാലഘട്ടമാണ്. അന്നത്തെ കാലത്ത് പരിചയമില്ലാത്ത ഒരാണിനോട് സംസാരിക്കുന്നത് പോലും നാട്ടുകാരറിഞ്ഞാൽ എന്തൊക്കെയോ പറയുന്ന രീതിയിലാണ്. അത് ഓർത്ത് കുഞ്ഞിപ്പാത്തുമ്മ പുകഞ്ഞില്ലാതെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറുവശത്ത് നിന്ന് ചില കട്ടകൾ വീണ്ടും അടർന്നു വീഴുന്നത് അവൾ കാണുന്നു. ആ യുവാവ് ഇറങ്ങി വരികയാണ്. വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ചിട്ടുണ്ട്. ഇടത്തെ കൈത്തണ്ടയിൽ പൊന്നിന്റെ ഒരു വാച്ച്. മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിരിക്കുന്നു അല്ലേ? ഒരു പരിഷ്കാരിയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ നിന്നും ഒക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ അവൾക്ക് കാണാൻ കഴിയുള്ളൂ. അയാൾ നേരത്തെ ആ കുഞ്ഞിപ്പാത്തുമ്മ ഇറങ്ങി വന്ന പോലെ ആ ചെടികളിൽ പിടിച്ചിങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. റബ്ബേ, ഞാൻ വീണമാതിരി വീടല്ലേ എന്ന് പറയുന്നുണ്ട്. സൂക്ഷിക്കണേ എന്ന് അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ യുവാവിന്റെ സംസാരം, ഈ വയസ്സിനിടയ്ക്ക് നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൈങ്കിളിയായോ? അതല്ലട്ടോ, അത്ഭുതകരമായ പ്രവൃത്തി. അവളുടെ പ്രവൃത്തി കണ്ടിട്ടാണ് നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്താ കുരുവിയുടെ പേര്? കുരുവിയുടെ പേരും? കുരുവിക്ക് പേരുണ്ടോ? നമ്മുടെ വീട്ടിലെ തത്ത അല്ലെങ്കിൽ പൂച്ച അല്ലെങ്കിൽ മറ്റു കിളികളൊക്കെ പേരുണ്ട്. ഇത് എവിടുന്നോ വന്ന കിളി, ഇതിനിങ്ങനെ പേരുണ്ടാവും. എന്നാലും ചോദിച്ചു. നല്ല പൊടിമീശയും ചിരിക്കുന്ന കണ്ണുകളുമുള്ള ഒരാൾ. പക്ഷെ അവളോളം വെളുത്തിട്ടൊന്നുമല്ല. ഏതായാലും ഈ നോക്കലും ശ്രദ്ധിക്കലിനും ഇടയില് അവളുടെ പേരാണ് ചോദിച്ചെന്ന് ഉദ്ദേശിച്ച് അവള് പറഞ്ഞു. എന്ത് പറഞ്ഞാണോ? കുഞ്ഞുപ്പാത്തുമ്മ. ചോദിച്ച ആരുടെ പേരാ? കിളിയുടെ പേരാണ്. പറഞ്ഞത് ആരുടെയോ? അവളുടേതും. കുഞ്ഞുപ്പാത്തുമ്മ എന്നാണല്ലേ പേര്? കൊള്ളാം കൊള്ളാം. അല്ല, ഈ കുഞ്ഞുപ്പാത്തുമ്മയുടെ ചോരയാണ് ഈ ഇലകളിലാണ് കിടക്കുന്നത്? അതെ എന്ന് അവൾ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നേരത്തെ ആയ മുറിയുടെയൊക്കെ വിങ്ങല് മുട്ടിന് താഴെ അവൾക്ക് അനുഭവപ്പെടുന്നത്. അവൾ കൈ തിരിച്ചു നോക്കിയപ്പോഴാണ് എന്തോ കല്ലോ മറ്റോ കൊണ്ട് കീറിയ പാട് കാണുന്നത്. ചോര ഒഴുകുന്നുണ്ട്. നോക്കട്ടെ, ചെറുപ്പക്കാരൻ പറഞ്ഞു. അങ്ങനെ ചോര നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൈ മുകളിലേക്ക് ഉയർത്തി പിടിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്നെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാലെടുത്ത് കീറി എല്ലാം കൂടെ വെച്ച് ഒരൊറ്റ കെട്ട്. എന്നിട്ട് സിഗരറ്റിന്റെ പെട്ടിയെടുത്ത് അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് അതിന്റെ കടലാസ് പൊളിച്ച് പുകയില മുഴുവൻ ഉള്ളംകൈയിലേക്ക് ഇട്ടു. അല്ലെ, അദ്ദേഹത്തിന്റെ കയ്യിൽ സിഗരറ്റ് പാക്ക് ഉണ്ടായിരുന്നു. അതിനൊരു സിഗരറ്റ് എടുത്തു. അത് കീറിയിട്ട് ആ സിഗരറ്റിനുള്ളിലെ പുകല മുഴുവൻ എടുത്ത് ഉള്ളംകൈയിലിട്ടു. കൈ അല്പം താഴ്ത്താൻ പറഞ്ഞ് അവൾ താഴ്ത്തിയപ്പോൾ ആ മുറിവിൽ ആ പുകയില വെച്ച് പതുക്കെ അമർത്തി. പുകയില വെക്കാൻ പറ്റും അങ്ങനെ? പറ്റുമോ? എനിക്കറിയില്ല. പണ്ട് കാലത്ത് നമ്മൾ മുറിക്ക് പല രൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയൊക്കെയാ? എന്തൊക്കെയാ?
പണ്ട് നമ്മള് ഒരുപാട് ഇലകൾ വെക്കാമായിരുന്നു. മുറിവൊട്ടി, കമ്മ്യൂണിസ്റ്റ് ചപ്പ അല്ലെ, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്ന സാധനം, കണ്ണു കണ്ട ഇലകളൊക്കെ നമ്മൾ നീറുന്ന ഇലകളൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ചിലര് ഈ പറഞ്ഞ പോലെ, പുകയില എനിക്ക് പുതിയ അറിവാണ്, മഞ്ഞപ്പൊടി, ചായപ്പൊടി, ഇനി വേറെ ഏതെങ്കിലും പൊടി ഉണ്ടോന്ന് അറിയില്ല, ഇതൊക്കെ വെക്കാറുണ്ട്. ഒരു തവണ എനിക്ക് അനുഭവം ഉണ്ട്, എന്നെ അല്ല, ഒരു തവണ ഇതേപോലെ മുറിയായിട്ട് വിരലിൽ മുറി പറ്റിയിട്ട് ചായപ്പൊടി ഇട്ട് കെട്ടിയിട്ട് പിന്നീട് മുറിവ് പഴുത്തപ്പോ ഹോസ്പിറ്റലിൽ പോയപ്പോ നല്ല വഴക്ക്, പറഞ്ഞാൽ നല്ല വഴക്ക് കിട്ടും. ആരാ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് അവര് ഭയങ്കരമായി. പക്ഷെ അതിനേക്കാളേറെ വിഷമം ഉണ്ടായത് പിന്നീട് മുറിവ് കെട്ടുന്നതിന് വേണ്ടിയിട്ട്, മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അതിനുള്ളിൽ കിടന്ന ആ ചായപ്പൊടിയുടെ തരികൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരക്കലോട് ഒരക്കൽ. കാരണം ഇത് കയ്യിലിന്റെ ഉള്ളിൽ നിന്ന്, മുറിയുടെ ഉള്ളിൽ നിന്ന് പോയാലേ ഓയിൽമെന്റ് തേച്ച് മറ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് നാട്ടുവൈദ്യം, വീട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ ഇരിക്കും അവസ്ഥ എന്ന് അന്ന് മനസ്സിലായി. പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും പുകയിലൊക്കെ വെച്ച് പതുക്കെ അമർത്തി കെട്ടി. അപ്പൊ അവളുടെ ശരീരം ആ പുരുഷന്റെ ദേഹത്തെങ്ങാൻ തൊട്ടേക്കുമെന്ന് ഭയന്ന് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുകയാണ്. ഇത് അന്യപുരുഷനാണ്, കാണുന്നതും സംസാരിക്കുന്നതും തന്നെ ഇന്നത്തെ നാട്ടുകാർക്ക് വളരെ വലിയ വിഷയമുള്ള കാര്യമാണ്. അപ്പോ ഈ പ്രായപൂർത്തിയായിട്ട് ഒരു പെൺകുട്ടി, അവളുടെ ശരീരഭാഗങ്ങള് അദ്ദേഹത്തങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അല്ലെ? അപ്പൊ അത് പേടിച്ചിട്ട് അവള് വയറൊക്കെ അല്പം ശ്വാസമൊക്കെ പിടിച്ച് ശകലം വിഷമത്തോടെ എന്ത് ചെയ്തു, നിന്നു. അങ്ങനെ അവൾക്ക് ചെറിയ സങ്കടമൊക്കെ തോന്നി. അവൾ ശകലം വിഷമത്തോടെ ഒരു സംഗതി കണ്ടു. ആ സംഗതി കണ്ടപ്പോഴാണ് അവൾക്ക് വിഷമം തോന്നി. എന്താ വിഷമം? ഇപ്പൊ ഇത്രയും നേരം കണ്ടില്ലേ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ഇടതു കൈയിൽ ചെറുവിരലില്ല. അത് മുറിച്ച് കളഞ്ഞ മാതിരി. അതെങ്ങനെ പോയി? അവള് സ്വയം ചോദിച്ചു, പക്ഷേ അയാളോട് ചോദിച്ചില്ല. അപ്പൊ ഇതൊക്കെ കെട്ടിത്തരുന്ന സമയത്ത് യാദൃശികമായിട്ടാണ് അവള് കാണുന്നത്, ഇത്രയും നേരം തനിക്ക് മുൻപിലുണ്ടായിരുന്ന, തന്നെ പരിചരിച്ച ആ ഒരു ചെറുപ്പക്കാരന്റെ ഇടത് കൈയില് ചെറുവിരല് ഇല്ലാതായിരിക്കും. അത് മുറിച്ചു കളഞ്ഞ പോലെ അവിടെ പാട്. എങ്ങനെ പോയി എന്ന് അവൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിലും അവള് ചോദിച്ചില്ല, അല്ലേ? നീറ്റലുണ്ടോ? ഇത് അവളുടെ ചോദ്യമല്ല, അദ്ദേഹത്തിന്റെ, ആ യുവാവിന്റെ ചോദ്യമാണ്. ഇല്ല. അപ്പൊ തീരെ ഇമ്മിണീശെ, ഇമ്മിണി 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 ഉമ്മിണി എന്നൊക്കെ പറയും, കുറച്ച് എന്നർത്ഥം. സാരല്ല, ഏതായാലും കൈ നനയ്ക്കരുത്. 2-3 ദിവസം കഴിയുമ്പോൾ മുറിവൊക്കെ എന്ത് ചെയ്യും, കരിയും. മുറിവ് കരിയ അല്ലെ, മുറിവ് ഉണങ്ങുക എന്നർത്ഥം. അങ്ങനെ ചെറുപ്പക്കാരൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മുറിവ് ആ ടവല് വെച്ച് വരിഞ്ഞു കെട്ടി. അതിനുശേഷം ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ചോദിച്ചു, അതും ചിരിച്ചുകൊണ്ട്, അല്ല കുഞ്ഞിപ്പാത്തുമ്മ, മുകളിലേക്ക് ഇപ്പൊ എങ്ങനെ കയറും? കാരണം അവളിപ്പോ അത് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെ, കാരണം വേറെ വഴിയൊന്നും കണ്ടില്ല. പക്ഷെ അവൾക്ക് ഒരു പേടിയോ പരിഭ്രമമോ ഒന്നും തോന്നിയില്ല. അവൾക്ക് എന്തോ ഒരു അനുഭൂതിയാണ് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഒരു സുരക്ഷിതത്വ ബോധം അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവൾക്ക് പേടി തോന്നാതിരുന്നു. അല്ല, ആ കുരുവിയെ കാണട്ടെ. അപ്പൊ അവളുടെ കയ്യിലാണ് ഇത്രയും നേരം ആ കുരുവി കിടക്കുന്നത്. അവൾ കൈ തുറന്നു. കൈ തുറന്നതും അതാ കുരുവി ഒരു നന്ദിയോ സ്നേഹമോ എന്തോ പ്രകടിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ ശബ്ദത്തോടു കൂടി മുകളിലേക്ക് പറന്നുപോയി. അപ്പൊ ആ ഒരു കിളിയെ, അല്ലെ, ആപത്തിൽ പെട്ട ആ ഒരു കിളിയെ അവളുടെ കയ്യിലെ രക്തത്തിന്റെ നനവ് ചുണ്ടിലൊറ്റിച്ച്
അവളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൈ വിടർത്തിയപ്പോൾ അതിന്റെ ജീവൻ, ശ്വാസം തിരികെ വന്ന് അത് ഒരു ചെറിയ നന്ദി പ്രകടനത്തോടു കൂടി ഒരു ചെറിയ ശബ്ദം പ്രകടിപ്പിച്ചുകൊണ്ട് പറന്നുപോയി. അല്ലെ, എന്ത് രസകരമായ ഒരു കാഴ്ചയായിരിക്കും അതുണ്ടാവുക. ആലോചിച്ച് നോക്കൂ. അതിലുപരി ആ ഒരു കാഴ്ച നമുക്ക് നൽകുന്ന അനുഭൂതി അതിനേക്കാൾ വലുതാവും. അത് കണ്ട് നമ്മുടെ നായകന്റെ ചോദ്യം, കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് പറക്കാൻ കഴിയുന്നു? സ്ഥിരം നമ്മുടെ നോവലിലൊക്കെ കാണുന്ന ചോദ്യങ്ങളിലേക്ക് എത്തി. ഇല്ല. എന്നാൽ നമുക്ക് ചിറകുകൾ ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കുഞ്ഞുപാത്തുമ്മയുടെ വലത് കൈ പിടിച്ചുകൊണ്ട് മാടിൽ കൂടി കയറി. ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, വലിയ വിഷമമൊന്നുമില്ലാതെ കയറാൻ കഴിഞ്ഞു. അവർ മുകളിൽ ചെന്ന്, എന്നാൽ ഇനി കുഞ്ഞിപ്പാത്തുമ്മ പൊയ്ക്കോളൂ എന്ന യുവാവ് പറഞ്ഞു. ആ മറുപടി അല്ലെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം ഒരു ചിരിച്ചുകൊണ്ട് അയാൾ ആ തോട്ടിലേക്ക് തന്നെ പതുക്കെ ചാടി ഓടി ഇറങ്ങി മറിഞ്ഞ് പോകുന്നത് അവള് കാണണം. കുഞ്ഞുപാത്തുമ്മ ഈ പോകുന്നത് ഒരു കിനാവിൽ എന്ന പോലെ ഇങ്ങനെ കാണുകയാണ്. അവളുടെ ഓരോ ഓണവും സുഖകരമായിട്ടുള്ള ഒരു വെളിച്ചത്തോടു കൂടി പ്രകാശിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നതോടൊപ്പം ഉള്ളു നിറയെ സന്തോഷവും അവൾക്ക് തോന്നി. അപ്പൊ ഇത്രയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പാഠഭാഗമായിട്ട് വരുന്നത്. 6-ാമത്തെ അധ്യായമായ ഒരു കുരുവിയുടെ കരച്ചിൽ. കഥ ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല കേട്ടോ. നമുക്ക് അതും എന്താകും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇത് വായിച്ചു നോക്കൂ, എന്താ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ ഒരു ഖണ്ഡിക വായിച്ചു നോക്കൂ. ഇതാണ് ശരിക്കും നമ്മുടെ പാഠത്തിന്റെ സംഗ്രഹം. ഒരു കുരുവിയുടെ കരച്ചിൽ എന്നുള്ളത് സംഗ്രഹിച്ച് എഴുതിയാൽ ഇതാ ഇത്രയും ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും നമ്മൾ കണ്ടു വായിച്ചു. ആ ഒരു യുവാവ് നിസാർ അഹമ്മദ് നല്ല വിദ്യാസമ്പന്നനായ വ്യക്തിയാണ്. ഭൂമിയെയും സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന വൃത്തിയും മെനയുമുള്ള ഒരു മനുഷ്യനാണ്. നിസാറിന്റെ ഉപ്പ ഒരു പ്രൊഫസറാണ്. അനുജത്തി ഒരു പരിഷ്കാരിയായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. സരസമായി സംസാരിക്കുന്ന പെൺകുട്ടിയാണ്. പട്ടണമൊക്കെ വിട്ട് കുഞ്ഞുപാത്തുമ്മയുടെ അയൽപ്പക്കത്തുള്ള വീടൊക്കെ വിലക്ക് വാങ്ങി താമസിക്കാൻ വന്നാണ്. അയൽപ്പക്കക്കാരാണ്, അയൽവാസികളാണ്. അപ്പൊ നിസാർ അഹമ്മദാണ് വിദ്യാസമ്പന്നനായ, ഭൂമിയെയും സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന കുഞ്ഞുപാത്തുമ്മയെ പോലെയുള്ള ഒരു 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 കഥാപാത്രം. അങ്ങനെ അവര് അയൽപ്പക്കക്കാരായതുകൊണ്ട് തന്നെ അവരടുത്തു. ആയിഷ കുഞ്ഞുപാത്തുമ്മയെ എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു. കാരണം അവള് പഠിച്ചിട്ടില്ല. എഴുത്തും വായനയ്ക്കപ്പുറം പുതിയ ലോകത്തെക്കുറിച്ചും നല്ല മനുഷ്യർക്ക് വേണ്ട ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ ഉപദേശിച്ചു. വൃത്തി, ആരോഗ്യം ഇവയൊക്കെ ശ്രദ്ധിക്കണമെന്നും സൗന്ദര്യം പാലിക്കണമെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ആയിഷയിൽ നിന്നും കുഞ്ഞുപാത്തുമ്മ അടുത്തറിഞ്ഞു. അങ്ങനെ നിസാർ അഹമ്മദിന്റെയും ആയിഷയുടെയും ഈ സ്വാധീനം കുഞ്ഞിപ്പാത്തുമ്മയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, കേരളീയ മുസ്ലിം സമുദായം പഴമയുടെ മാമൂൽ വ്യവസ്ഥകൾ, പണ്ടത്തെ കാലത്തെ വ്യവസ്ഥകളെല്ലാം ഭേദിച്ച് ആധുനിക ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ഒരു സാക്ഷ്യപത്രം, അതിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അതിന് വഴിത്തിരിവായത് നമ്മുടെ നിസാർ അഹമ്മദിന്റെയും ആയിഷയുടെയും സ്വാധീനം തന്നെയാണ്. അവൾ മുടി കോതി ഒതുക്കാനും മുല്ലപ്പൂ ചൂടാനൊക്കെ തുടങ്ങി. ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി ജീവിതം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. അങ്ങനെ കുഞ്ഞുപാത്തുമ്മ കാലത്തോടൊപ്പം വളർന്ന് ഒരു വലിയ പെൺകുട്ടി, ഒരു യുവതിയായി മാറി. അങ്ങനെ എല്ലാം കൊണ്ടും അവൾക്ക് ചേരുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ നിസാർ അഹമ്മദിനോട് അവൾക്ക് പ്രണയം തോന്നി. അത് പടർന്നു കയറി. പച്ചമലയാളത്തിൽ
പ്രണയം തലയ്ക്ക് പിടിച്ച് ഊണ് ഉറക്കമില്ലാതെ. പക്ഷേ ഇത് അവളുടെ ഉമ്മയിലും ഉപ്പയിലും ബാധിച്ച ഷെയ്ത്താൻ എന്നുള്ള രൂപത്തിൽ, ഷെയ്ത്താൻ ബാധിച്ച ഒരു പ്രവൃത്തിയായിട്ടാണ് അവര് കണ്ടത്. ഉപ്പയെ എതിർത്തുകൊണ്ട് നിസാർ അഹമ്മദിനോടുള്ള സ്നേഹം അവൾ ഒളിച്ചു വെക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബാധിച്ച ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദം തുടങ്ങി. മന്ത്രവാദി ഒരുപാട് മർദ്ദനം അല്ലെങ്കിൽ അടിച്ച് അവളെ ബാധ അകറ്റുക എന്നുള്ള പേരിൽ ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ നിസാർ അഹമ്മദും അദ്ദേഹത്തിന്റെ ഉപ്പയും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവസാനം രണ്ടും കുടുംബക്കാരുടെ ഒത്താശയിൽ ആ പ്രണയകഥ അവസാനം നല്ല രീതിയിൽ മംഗളകരമായിട്ട് പര്യവസാനിക്കുന്നതോടുകൂടി നമ്മുടെ നോവലും പര്യവസാനിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ പഠിക്കുമ്പോൾ ആ നോവലിന്റെ ഒരു അധ്യായം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. ചുരുങ്ങിയത് അതിന്റെ ആദ്യവും അവസാനവും എന്താണെന്നെങ്കിലും ഒരു സംഗ്രഹ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഏറെക്കുറെ നമുക്ക് ആ കഥയുടെ ഉൾക്കാമ്പ് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? കഥയുടെ മൊത്തത്തിലുള്ള ഒരു ഉൾക്കാമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ രചനയെ സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അല്പം കുറെ ആളുകൾക്കൊക്കെ അത് വായിച്ചു നോക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ബഷീർ രചനകളെ വായിച്ച് ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബഷീർ രചനകള് വായിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച ആളുകൾക്കറിയാം അത് എത്രത്തോളം നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭാഷയിലാണെങ്കിലും കഥാപാത്രങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാമഭംഗിയാണെന്നുണ്ടെങ്കിലും നർമ്മമാണെങ്കിലും എല്ലാം ഒരുപോലെ എന്താ പറയില്ലേ, എല്ലാം കൂടി തികഞ്ഞ ഒരു പാക്കാണ് സത്യം പറഞ്ഞ ബഷീറിന്റെ രചനകൾ. വിശ്വവിഖ്യാതമായ മൂക്കിൽ ആ മൂക്കന്റെ അല്ലെങ്കിൽ ആ ഒരു മൂക്ക് വളരുന്നതും ജനങ്ങൾ അതിനോട് സമീപിക്കുന്നതും ജന്മദിനത്തിന് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ദിവസം കഴിച്ചുകൂട്ടേണ്ടി വരുന്നതും ഭാർഗവി എന്ന പ്രേതത്തെ അല്ലെങ്കിൽ യക്ഷിയെ ഭയന്ന് ആ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വന്നതും മജീദിന്റെയും സുഹറയുടെയും പ്രണയവും, ഇങ്ങനെ തുടങ്ങി ഓരോരോ കഥകളും നമ്മൾക്ക് പറഞ്ഞു തരുന്ന അത് വളരെ വലുതാണ്. അതിൽ പെട്ട അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ട മനോഹരമായ ഒരു രചനയാണ് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടാർന്ന് എന്ന് പറയുന്ന ഈ ഒരു നോവലും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കഴിവതും വായന ഇഷ്ടപ്പെടുന്നവർ, വായന സ്നേഹിക്കുന്ന ആളുകൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. വളരെ നല്ല രൂപത്തിൽ തന്നെ പാഠം മനസ്സിലാക്കി വായിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ നോട്ട് ചെയ്ത് പിന്നീട് ചോദിക്കാനും ശ്രദ്ധിക്കുക. അപ്പോ ഇതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.